ഹായ് നമസ്കാരം, ഞാൻ ഷീമ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കുറച്ച് ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ എപ്പോഴും ചെയ്യാറുള്ളത്. പ്രസൻ്റായിട്ട് നിൽക്കുന്ന സമയത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താൽ നല്ല രസമുണ്ടാകും. അപ്പോൾ ഇന്നൊരു ഹോളി കമ്മ്യൂണിയൻ ഉണ്ട്, നാത്തൂൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ്. അപ്പോൾ അത് പോകേണ്ടത് മുനമ്പം പള്ളിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പോകുന്ന വഴികളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ചെറായി ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ നിറച്ചിങ്ങനെ പാടങ്ങളും അതുപോലെ തന്നെ ചെമ്മീൻ കെട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇതാണ് ഞങ്ങളുടെ ജസ്മോൻ്റെ ഹോളി കമ്മ്യൂണിയനാണ് കേട്ടോ. ജസ്വിൻ എന്നാണ് പേര്. അങ്ങനെ പരിപാടിയൊക്കെ നല്ലതായിരുന്നു. കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കുറേ നേരമൊക്കെ സംസാരിച്ചിരുന്നു എല്ലാവരുമായിട്ടും. പള്ളിയിലേക്ക് എത്താനായിട്ട് വൈകിയതുകൊണ്ട് ഞാൻ നേരെ വീട്ടിലേക്കാണ് ചെന്നത്. വീട്ടിൽ ചെന്ന് അപ്പച്ചനും അമ്മച്ചിയൊക്കെ ആയിട്ട് കുറേ നേരം ഒന്ന് സംസാരിച്ചു. അങ്ങനെ എല്ലാവരെയും പരിചയപ്പെട്ടു. സ്റ്റെഫിയുടെ ആൻറ്റിമാരൊക്കെ വന്നപ്പോൾ അവരൊക്കെ ആയിട്ടൊക്കെ സംസാരിച്ചു. പരിപാടികളൊക്കെ എന്തെങ്കിലും വെക്കുമ്പോഴാണല്ലോ നമ്മളെല്ലാവരെയും കാണുന്നതോ. ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണലൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ചു. ഇതാണ് എൻ്റെ നാത്തൂൻ സ്റ്റെഫി. അപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വരാൻ വേണ്ടി പോണേ, പുതിയൊരു കുഞ്ഞാവയും കൂടി വരാൻ വേണ്ടി പോണേണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ സംസാരിച്ചു. ഇതാണ് എൻ്റെ അമ്മച്ചി, പിന്നെ അത് ആങ്ങളെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പരിപാടി കഴിഞ്ഞു. ഞങ്ങളും നിന്ന് കുറച്ച് നേരം ഫോട്ടോയൊക്കെ എടുത്തു. അടിപൊളിയായിരുന്നു കേട്ടോ പ്രോഗ്രാം. ഞങ്ങളൊരു ഉച്ചയ്ക്ക് ഒരു 1:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ തിരിച്ചു പോന്നപ്പോൾ വൈപ്പിൻ വഴിയാണ് വന്നത്. ഇതാണ് പള്ളത്താംകുളങ്ങര അമ്പലത്തിൻ്റെ വളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ്. വണ്ടിക്കൊക്കെ പോകുമ്പോൾ ഒരു അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈപ്പിൻ വഴി പോന്നപ്പോൾ ഞാൻ പഴയ നമ്മുടെ ഓർമ്മകളാണല്ലോ, നമ്മുടെ നാട്ടിൽ കൂടി നമ്മളിങ്ങനെ പോരുമ്പോൾ എല്ലാം ഒരു ഓർമ്മകൾ. ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വന്നു. അവിടെ കുറച്ച് ഫ്ലാറ്റുകളൊക്കെ വന്നു തുടങ്ങി. ഇതാണ് കേട്ടോ മാതാവിൻ്റെ പള്ളി, നിത്യസായ മാതാവിൻ്റെ പള്ളിയാണ്. ഞാനിവിടെയാണ് പണ്ട് കാറ്റീസൊക്കെ പഠിച്ചത്. എൻ്റെ മാമോദിസ നടന്നതെല്ലാം അവിടെ തന്നെയാണ്. വീട്ടിൽ വന്നൊന്ന് ഓരോരോ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വിപിനെ കുറച്ച് നേരം ഒന്ന് വീഡിയോ കോളൊക്കെ ചെയ്തു. അവൻ കുടകിൽ പോയിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ അവനായിട്ട് സംസാരിച്ചു. വൈകുന്നേരം എണീറ്റ് കഴിഞ്ഞപ്പോൾ പോർക്കും അതുപോലെ തന്നെ സ്റ്റൂവും കൂടി കഴിച്ചു. പോർക്ക് വിന്താലും സ്റ്റൂ ആണ് നമ്മുടെ കൊച്ചിക്കാരുടെ ഒരു സ്പെഷ്യൽ ഡിഷാണിത്. അത് കുറേ ദിവസം കൊതിയോടുകൂടി കഴിക്കാനായിട്ട് തോന്നണം. അപ്പോൾ അങ്ങനെ അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഒന്ന് ആശ്വസിച്ചിരുന്നിട്ട് പിന്നെ നമ്മുടെ ചക്ക ഉണ്ടായാലും ഇന്നലത്തെ. അപ്പോൾ അങ്ങനെ ചക്ക മുറിക്കൽ പരിപാടിയിലേക്ക് കയറി. ആദ്യം ഒറ്റയ്ക്കിരുന്ന് മുറിച്ച് മടുത്തട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാലൊക്കെ വേദനെടുക്കണ്ടായി താഴെ ഇരുന്ന് മുറിച്ച് കഴിഞ്ഞപ്പോൾ. പിന്നെ ചക്ക കുറേ കഴിച്ചും തുടങ്ങി അവിടെ ഇരുന്ന് തന്നെ. ചക്ക നല്ല പഴുത്തിരിക്കണമായിരുന്നു. നല്ല തേൻ വരിക്ക ചക്കയെന്ന് പറയൂലേ, ഇങ്ങനെ ഞാൻ വെസ്റ്റേൺ ഇങ്ങനെ കാണിച്ചു കൊടുക്കണമായിരുന്നു. ചക്കയുടെ മധുരം ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നിട്ടേ. അപ്പം അങ്ങനെ അവന് പറഞ്ഞ് കഴിക്കാൻ കൊടുത്തു. അങ്ങനെ ബാക്കിയുള്ള ചക്കയും കൂടിയൊക്കെ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് സിംസന് ഒരു ബോളി ഉണ്ടാക്കി കൊടുത്തിട്ടോ, ചക്ക ബോളി. അപ്പോൾ സിംസം നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് സന്തോഷമായി. പിന്നെ വിപിൻ പോയ ഫോട്ടോസൊക്കെ ഒന്ന് സ്കോട്ട്ലൻഡിനെ വെസ്റ്റേണേക്ക് എടുത്ത് അങ്ങനെ കാണിച്ച് അവിടെ ഇരുന്ന്. നല്ല സ്ഥലമാണ് കേട്ടോ, കൂർഗ് എന്ന് പറഞ്ഞ സ്ഥലം നല്ല ഭംഗിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.